ഈ കാർഗിൽ അത് തുടങ്ങുന്നു, സാർ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സർപ്രൈസ് ആയിരുന്നു. നമ്മൾ ഇത് അറിഞ്ഞിരുന്നില്ല. അതൊരു ആ സമയത്ത് ആട്ടിടയന്മാർ അതുവഴി പോയപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു അൺയൂഷ്വലായിട്ടുള്ള നീക്കങ്ങൾ കണ്ടു. അങ്ങനെയാണ് നമ്മുടെ ആർമിയെ അറിയിക്കുന്നത്. അപ്പോഴേക്കും ഏകദേശം വെടിക്കോപ്പുകൾ ഉൾപ്പെടെ മുകളിലെത്തിയിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിത് അറിയാതെ പോയത്? എന്താണ് അതിൽ സംഭവിച്ചത്? വജിത്ത്, ആക്ച്വലി ഈ യുദ്ധത്തിൻ്റെ തുടക്കം പാകിസ്ഥാനിലെ അന്നത്തെ ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ് ജനറൽ പർവേഷ് മുഷറഫ് 1998 ഒക്ടോബർ 7 ചാർജ് എടുത്ത അന്നു മുതൽ തന്നെ തയ്യാറെടുപ്പ് നടന്ന ഒരു യുദ്ധമായിരുന്നു. 1998 മുതൽ അവർ ഇതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. 1998 അവസാനത്തോടു കൂടി അവർ ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തെപ്പറ്റി തീർച്ചയായിട്ടുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ യുദ്ധം നടക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊരു യുദ്ധം ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും നമ്മുടെ സായുധ സേനയുടെയും. അപ്പോൾ നമുക്കറിയാം 1999 അന്നത്തെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഫെബ്രുവരി മാസത്തിൽ ഒരു ലാഹോർ ബസ് യാത്ര നടത്തുകയുണ്ടായി. ഈ ബസ് യാത്ര നടന്നതിന് ശേഷം ഈ ലാഹോർ ഡിക്ലറേഷൻ നടന്നു. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഒരുപാട് സന്തോഷിച്ചു. ആഹ്ലാദത്തിൻ്റെ വലിയ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രം മുഴുവനും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. അപ്പോൾ ഇങ്ങനൊരു യുദ്ധം ഉണ്ടാകുമെന്നുള്ള യാതൊരു വിധത്തിലുള്ള ഒരു ചിന്ത ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കാർഗിൽ സെക്ടർ ഉണ്ടല്ലോ, ഈ കാർഗിൽ സെക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ മുഴുവൻ മലകളാണ്. അവിടുത്തെ വാലി എന്ന് വെച്ചാൽ അറിയാമല്ലോ. അപ്പോൾ വാലി തന്നെ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 9,000 മുതൽ 10,000 അടി ഉയരത്തിലാണ്. മലകളൊക്കെ 13,500 മുതൽ 18,000 19,000 അടി ഉയരത്തിലാണ്. അവിടെ നവംബർ മാസം മുതൽ മെയ് മാസം വരെ വളരെ തിക്കായിട്ടുള്ള സ്നോ ആണ് അവിടെ ഉണ്ടാവുക. പലയിടത്തും ഗ്ലേഷ്യർ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൽ കൂടെ ഈ പട്ടാളക്കാർ നുഴഞ്ഞു കയറി ഇവിടെ വന്ന് നമ്മുടെ മലകളെ പിടിച്ചെടുക്കും എന്നുള്ള ഒരു കാര്യത്തെപ്പറ്റി ഇന്ത്യൻ ആർമി ഒരിക്കലും പരിഗണിച്ചില്ല എന്നുള്ളതാണ് സത്യം. 1999 ഏപ്രിൽ മാസത്തിൽ 15 കോർ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു വാർ ഗെയിം നടന്നു. അപ്പോൾ ആ വാർ ഗെയിമിൽ കൺട്രോൾ ചെയ്യുന്ന ഹയർ കൺട്രോളിൽ ഉണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അന്ന് എനിമി കമാൻഡറായിരുന്ന ബ്രിഗേഡിയർ ദേവിന്ദർ സിംഗ്, അദ്ദേഹം 70 ഇൻഫൻട്രി ബ്രിഗേഡിൻ്റെ കമാൻഡറായിരുന്നു, ആർട്ടിലറിയിൽ നിന്നായിരുന്നു അദ്ദേഹം ഈ കാർഗിൽ സെക്ടറിൽ ദ്രാസ് ഏരിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ടൈഗർ ഹിൽ. ആ ടൈഗർ ഹില്ലിൽ എനിമി വന്ന് ഓക്യുപ്പൈ ചെയ്യാനുള്ള സാധ്യതകളെ പറ്റി ചൂണ്ടിക്കാണിക്കേണ്ടായി. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ കമാൻഡേഴ്സും അതൊരു തമാശയായിട്ട് എടുത്തു. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 220 കിലോമീറ്റർ ദൂരത്തിൽ ഒരു ഇൻഫൻട്രി ബ്രിഗേഡ് മാത്രമാണ് അവിടെ അന്നുണ്ടായിരുന്നത്, 1-to-1 ഇൻഡിപെൻഡൻറ്റ് ഇൻഫൻട്രി ബ്രിഗേഡ്. അപ്പോൾ ഇത്രയും ഏരിയ ഒരു ബ്രിഗേഡിനും ഫിസിക്കലി ഓക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണത്താൽ തന്നെ 10 കിലോമീറ്റർ മുതൽ 46 കിലോമീറ്റർ ദൂരങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു. ഈ ഗ്യാപ്പുകളൊന്നും നമുക്ക് ശരിക്ക് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഗ്യാപ്പുകളിൽ കൂടെ അവർ വരും എന്നുള്ള ഒരു പ്രതീക്ഷയും നമുക്കുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ അവർ കയറി വന്നാൽ അവർക്ക് എന്താ നേടാൻ പറ്റുക എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടായിരുന്നില്ല. അന്നത്തെ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും കാശ്മീർ വാലിയിലായിരുന്നു. അപ്പോൾ 1990 മുതൽ കാശ്മീരിൽ ഇൻസർജൻസി വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഫോക്കസ് അന്ന് ഈ ഇൻസർജൻസിയെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളത് വളരെ ഒരു നല്ല ലെവൽ വരെ നമ്മൾക്ക് സാധിച്ചു.
കാരണം അന്ന് അവിടെ പീർ പഞ്ചാൽ റേഞ്ചസിൻ്റെ ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തും അതിലാണ് കൂടുതലും ഈ നുഴഞ്ഞുകയറ്റം ഉണ്ടാവുക. അപ്പോൾ ആ പീർ പഞ്ചാൽ റേഞ്ചസിൻ്റെ അതിൽ കൂടെയുള്ള ആ നുഴഞ്ഞുകയറ്റം നമ്മൾ കണ്ടെയ്ൻ ചെയ്തു. കാശ്മീരിൽ ഒരുപാട് ശാന്തി സമാധാനമൊക്കെ വന്നു. അവിടെ നമ്മളൊരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെ നടന്നപ്പോൾ പട്ടാളക്കാർക്കടക്കം തോന്നി ഇവിടെ എങ്ങനെ ഒരു നുഴഞ്ഞുകയറ്റം ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ പാകിസ്ഥാൻ പ്രത്യേകിച്ച് അവിടുത്തെ 4 പേരാണ് ഇതിൽ ആക്ച്വലി ഇൻവോൾവ് ആയിരുന്നത്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറഞ്ഞു വരാം. അപ്പോൾ അവർ വളരെ ഭംഗിയായിട്ട് പ്ലാൻ ചെയ്തുള്ളൊരു ഓപ്പറേഷനാണ്. അപ്പോൾ തികച്ചും ഒരു വലിയ ഒരു സർപ്രൈസ് തന്നെ ആയിരുന്നു അത്.